ലോക പോലീസാകുന്ന അമേരിക്ക ഇതാ കത്തിച്ചാമ്പലാവുകയാണ്. ട്രംപ് കരച്ചിലോടെ കരച്ചിലാണ്. അല്ലല്ലോ പറയണ്ടായിരുന്നു വായിൽ നിന്നൊരു അബദ്ധം വീണ് പോയി റബ്ബേ. ട്രംപ് ഇതാ ഓടി നടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അമേരിക്കയിലുള്ള സർവ്വ ഫയർഫോഴ്സുകൾ വന്ന് അണച്ചിട്ടും തീ അണയുന്നില്ല. 30,000 ഏക്കർ കത്തിപ്പോയി മക്കള്. അല്ലാ, ഇംഗ്ലീഷ് സിനിമയിൽ മിന്നിത്തിളങ്ങുന്ന നടികളുടെയും നടന്മാരുടെയും വീടുകൾ കത്തിപ്പോയി. ട്രംപ് ഒരൊറ്റ വാക്കേ പറഞ്ഞുള്ളൂ, ആ ഗാസയിൽ പിടിക്കപ്പെട്ടിരിക്കുന്ന പാവപ്പെട്ട എന്റെ ആളുകളെ അവിടുന്ന് വിട്ടയച്ചില്ലെങ്കിൽ ഗാസ ഞാൻ കത്തിച്ച് നരക തുല്യമാക്കുമെന്നേ പറഞ്ഞുള്ളൂ. അല്ലാഹ്, അമേരിക്ക കത്തിക്കൊണ്ടിരിക്കുകയാ. നമുക്ക് അഹങ്കാരമില്ല. അല്ലാഹുവേ, ഗാസയെ നീ കാക്കണേ അല്ലാ. നിരപരാധികളായ അമേരിക്കയിലെ മക്കളെയും നീ കാക്കണേ അല്ലാ. ലോക പോലീസാകുന്ന അമേരിക്ക ഇതാ കത്തിച്ചാമ്പലാവുകയാണ്. ട്രംപ് കരച്ചിലോടെ കരച്ചിലാണ്. അല്ലല്ലോ പറയണ്ടായിരുന്നു വായിൽ നിന്നൊരു അബദ്ധം വീണ് പോയി റബ്ബേ. ട്രംപ് ഇതാ ഓടി നടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അമേരിക്കയിലുള്ള സർവ്വ ഫയർഫോഴ്സുകൾ വന്ന് അണച്ചിട്ടും തീ അണയുന്നില്ല. 30,000 ഏക്കർ കത്തിപ്പോയി മക്കള്. അല്ലാ, ഇംഗ്ലീഷ് സിനിമയിൽ മിന്നിത്തിളങ്ങുന്ന നടികളുടെയും നടന്മാരുടെയും വീടുകൾ കത്തിപ്പോയി. ട്രംപ് ഒരൊറ്റ വാക്കേ പറഞ്ഞുള്ളൂ, ആ ഗാസയിൽ പിടിക്കപ്പെട്ടിരിക്കുന്ന പാവപ്പെട്ട എന്റെ ആളുകളെ അവിടുന്ന് വിട്ടയച്ചില്ലെങ്കിൽ ഗാസ ഞാൻ കത്തിച്ച് നരക തുല്യമാക്കുമെന്നേ പറഞ്ഞുള്ളൂ. അല്ലാഹ്, അമേരിക്ക കത്തിക്കൊണ്ടിരിക്കുകയാ. നമുക്ക് അഹങ്കാരമില്ല. അല്ലാഹുവേ, ഗാസയെ നീ കാക്കണേ അല്ലാ. നിരപരാധികളായ അമേരിക്കയിലെ മക്കളെയും നീ കാക്കണേ അല്ലാ. അതാണടോ മുസ്ലിം. ഇസ്ലാമിന്റെ പേര് പറഞ്ഞിട്ട്, പേര് മുഹമ്മദായതിന്റെ പേരില്, പേര് അബ്ദുള്ളയായതിന്റെ പേരില് എല്ലാ മേഖലകളിലും കള്ളനെന്നും ദമ്മാടിയെന്നും ദുഷ്ടനെന്നും തീവ്രവാദിയെന്നും ഭീകരവാദിയെന്നും മുദ്രകുത്തുമ്പോഴും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈമാൻ ഹൃദയാന്തരങ്ങളിൽ ഒളിപ്പിച്ചിരിക്കുന്ന മാണിക്യക്കല്ലാകുന്ന ഈമാൻ ഉണ്ടല്ലോ, ആ ഈമാനിന്റെ അന്തസത്ത എന്തെന്നറിയുമോ? ഇന്നല്ലാഹ മഅസ്സാബിരീൻ. ക്ഷമിക്കണേ മക്കളെ, ക്ഷമിക്കണേ. ആക്രമണങ്ങൾ വന്നേക്കാം, നിങ്ങളെ എല്ലാ നിലയിലും പരാജയപ്പെടുത്തിയേക്കാം. ക്ഷമിക്കണേ. ഇതാണ് മക്കളെ ഇസ്ലാം. അതുകൊണ്ടാണ് ഗാസയിലെ മക്കൾ ക്ഷമിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് തവക്കൽതു അലല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഗാസയിൽ പിടഞ്ഞു വീഴുമ്പോൾ ഈ അല്ലാഹു എവിടെ പോയി? ഗാസയിൽ മക്കൾ മരിച്ചു വീഴുമ്പോൾ ഈ അല്ലാഹു എവിടെ പോയി എന്ന് ചോദിക്കുന്ന തീവ്രവാദം പടച്ചുവിടാൻ വേണ്ടി, മുസ്ലിങ്ങളെ കൂട്ടക്കുരുതി ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന ശക്തിബിംബമേ, നീ ചോദിച്ച ചോദ്യമില്ലേ? ആ അല്ലാഹു എവിടെ പോയെന്നല്ലേ ചോദിച്ചത്? ആ അല്ലാഹു തന്നെയാണ് ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യതീമാക്കി വളർത്തിയത് ആ റബ്ബ് തന്നെയാണ്. 6ാമത്തെ വയസ്സിൽ ഉമ്മയെയും തിരിച്ചു വിളിച്ചത് ആ റബ്ബ് തന്നെയാണ്. ആ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകത്തിന്റെ നേതാവാക്കിയതും ആ റബ്ബ് തന്നെയാണ്. ഇന്ന മഅൽ ഉസ്രി യുസ്റാ. 6ാമത്തെ വയസ്സിൽ ഉമ്മയെയും തിരിച്ചു വിളിച്ചത് ആ റബ്ബ് തന്നെയാണ്. ആ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകത്തിന്റെ നേതാവാക്കിയതും ആ റബ്ബ് തന്നെയാണ്. ഇന്ന മഅൽ ഉസ്രി യുസ്റാ. അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് പരീക്ഷണങ്ങൾ ഇറക്കുമേ. വിശപ്പ് വന്നാൽ, പട്ടിണി വന്നാൽ, കടക്കണിയിൽ പെട്ടാൽ,
മാതാപിതാക്കൾ, കുടുംബക്കാര്, ബന്ധുമിത്രാദികൾ നമ്മളെ ഒറ്റപ്പെടുത്തിയാൽ മുഅ്മിനീങ്ങൾക്ക് അത് സന്തോഷമാ, വിശ്വാസികൾക്ക് അത് ആവേശമാ. കസേര കിട്ടാത്തതിന്റെ പേരില് മുഅ്മിനീങ്ങൾ വിഷമിക്കൂല, മുഅ്മിനീങ്ങൾ അക്ഷമരാകൂല. അതുകൊണ്ട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകത്തിന്റെ ജേതാവും നേതാവുമാക്കി അങ്ങകലെ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്ന് അടിച്ചു വീശുന്ന പട്ടുകൂറ്റൻ തിരമാലകൾക്കിടയിലൂടെ കുടുങ്ങി വരുന്ന ആമയ്ക്കും ഞണ്ടിനും വേണ്ടി കാത്തിരുന്ന് കലം കളഞ്ഞ സ്പെയിൻ നിവാസികളെ സംസ്കരിച്ച് ലോകത്തിന്റെ സ്ക്രീനിലെ ജേതാക്കളും നേതാക്കളുമാക്കി മാറ്റിയ ആമിനായുടെ പൊന്നുമോൻ മുഹമ്മദ് മുസ്തഫ, കാട്ടറബികളാകുന്ന കാട്ടാളന്മാരുടെ കാട്ടാത്തരത്തിൽ നിന്ന് കരം പിടിച്ചുയർത്തിയ മുഹമ്മദ് മുസ്തഫ മോഹനെ, നിന്റെ പൊന്നുമകന്റെ കൂടെ ആ മകന്റെ കൂട്ടുകാരനുണ്ടെങ്കിൽ അവന്റെ മുമ്പിൽ വെച്ച് നിന്റെ മകനെ നീ വാത്സല്യത്തോടെ നോക്കരുതെന്ന് പഠിപ്പിച്ച ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ. എടോ അയൽവാസി ആരാകട്ടെ, അയ്യപ്പനാകട്ടെ, ആരാകട്ടെ, ജോണാകട്ടെ, ബ്രിട്ടാസ് ആകട്ടെ, അബ്ദുള്ളയാകട്ടെ, നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നീ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കരുതെന്ന് നമ്മളെ പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. യുദ്ധം നടക്കുന്ന സമയത്ത് പോലും കൊച്ചുകുട്ടികളോട് അരുതായ്മ കാണിക്കരുതെന്ന് പഠിപ്പിച്ച നേതാവ് മുഹമ്മദ് മുസ്തഫ. സ്ത്രീകൾക്കെതിരെ അതിക്രമം അഴിച്ചുവിടരുതെന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ. 10 മാസത്തോളം തന്റെ ഉദരത്തിലിട്ട് വളർത്തിയ ഉമ്മയുടെ മുഖത്ത് നോക്കി ഛേ എന്ന് പോലും പറയരുതെന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളാണടാ. ആ മുത്തുനബി തങ്ങളുടെ അനുയായികളാ. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളോട് പ്രതികാരമില്ല. ഇതെല്ലാം സംഭവിക്കും കാലഘട്ടത്തിൽ വരാനിരിക്കുന്ന ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് ഇതിനു മുമ്പേ പറഞ്ഞു തന്നിരിക്കുകയാ. അമേരിക്കയുടെ പതനം ഞങ്ങൾക്കറിയാം, ഇസ്രായേലിന്റെ പതനം ഞങ്ങൾക്കറിയാം, ഗാസയുടെ പതനവും ഗാസയുടെ ഉയർത്തെഴുന്നേൽപ്പും ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് നിന്റെ TV ചാനലുകളല്ല, നിന്റെ പത്രമാധ്യമങ്ങളല്ല. ഞങ്ങളോട് പറഞ്ഞു തന്നത് 1400 വർഷങ്ങൾക്ക് മുമ്പ് സ്കൂളിന്റെ പടി പോലും കാണാത്ത മുഹമ്മദ് മുസ്തഫ, കമ്പ്യൂട്ടറിന്റെ യുഗം വരാത്ത, കമ്പ്യൂട്ടറിന്റെ തൊട്ട് കണ്ടിട്ടില്ലാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് മക്കളെ. ഇസ്രായേലിന്റെ അവസ്ഥ പഠിപ്പിച്ചിട്ടുണ്ട്, ഗാസയുടെ അവസ്ഥ പഠിപ്പിച്ചിട്ടുണ്ട്, ലോകത്തിന്റെ അവസ്ഥ പഠിപ്പിച്ചിട്ടുണ്ട്, ഇന്ത്യ മഹാരാജ്യത്തിന്റെ അവസ്ഥയും ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് വിശ്വാസികൾക്കറിയാം. ഓരോന്ന് വരുമ്പോഴും വിശ്വാസികൾ അക്ഷമരാവൂല, കാത്തിരിക്കും. നേതാക്കൾ ഇനിയും വരാനുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടി നേതാക്കൾ തീരുന്നില്ല, ഇനിയും വരാനുണ്ട് മക്കളെ. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ഒന്നുകൂടി വരുന്നുണ്ടടാ. ആ വരവ് ഒരു 1.5 വരവാണ്. അതോടുകൂടി വരാനുണ്ട്. ഔലിയാക്കളുടെ നേതാവ്, മഹാന്മാരുടെ നേതാവ്, എന്റെ ചോരക്കുട്ടിയാണെന്ന് മുഹമ്മദ് റസൂലുള്ള പഠിപ്പിച്ച മഹ്ദി ഇമാം വരാനുണ്ട്. നേതാക്കൾ പലരും പിന്നാലെ വരാനുണ്ട്. ഞങ്ങളെ നിങ്ങൾ അനാഥകളാക്കല്ലേ, ഞങ്ങളെ നിങ്ങൾ യതീമുകളാക്കല്ലേ. അഡ്രസ്സുള്ള കുടുംബ, അഡ്രസ്സുള്ള സമുദായത്തിന്റെ മക്കളാ. വരട്ടെ ഈസാ നബി അലൈഹിസ്സലാം, വരട്ടെ മഹ്ദി ഇമാം വരട്ടെ. ഇൻഷാ അല്ലാഹ് ഇസ്ലാമിന്റെ 22 ക്യാരറ്റിന്റെ തിരിച്ചു വരവ് അത് കണ്ടിട്ടല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിനെ തിരിച്ചു പിടിക്കുമെന്ന് ആരെങ്കിലും കരുതിയെങ്കിൽ ആ വെള്ളമങ്ങ് മാറ്റിവെച്ചേക്ക്. സുബ്ഹാനല്ലാഹ്, ഞങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം പരീക്ഷണങ്ങൾ ഉണ്ടായാലും അല്ലാഹുവേ അവിടെയെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന രോമാഞ്ചചഞ്ചലമായ ഈമാനിന്റെ അചഞ്ചലമായ വിശ്വാസത്തോടുകൂടി പിടിച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ അല്ലാഹ്, തൗഫീഖ് തരണേ അല്ലാഹ്. അതാണ് മഹാനായ കണിയാപുരം അബ്ദുർ റസാഖ് വലിയുള്ളാഹ് കാട്ടിത്തന്നത്. അവിടുത്തെ ജീവിതത്തിന്റെ സിംഹഭാഗവും അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി
ദഅവത്തിന് വേണ്ടി, ദർസിന് വേണ്ടി, മദ്രസയ്ക്ക് വേണ്ടി, ഇൽമിന് വേണ്ടി, ഇബാദത്തിന് വേണ്ടി, തഖ്വയ്ക്ക് വേണ്ടി ലോകമാകുന്ന ലോകങ്ങള് കേരളത്തിന്റെ അകത്തും പുറത്തും ഓടി നടന്ന മഹാനായ കണിയാപുരം എന്ന മുത്തേ, നൂറുകണക്കിന് ആളുകൾക്ക് ഇന്ന് ആ മഹാമനീഷി എല്ലാ നിലയിലും സമാധാനമല്ലേ, ശാന്തിയല്ലേ? അങ്ങ് എറണാകുളം ജില്ലയില് പെരുമ്പാവൂരിനടുത്ത് മുടിക്കൽ മക്കാവിലേക്ക് ചെന്നാൽ കെട്ടും കെട്ടി ഫക്കീറുമാര് കിടക്കുന്നത് കാണാം. നൂറുകണക്കിന് സാധുക്കളായ ആളുകള് തന്റെ ബാഗും തോളിലേറ്റിക്കൊണ്ട് വന്ന് കിടക്കുകയാണ്. വാപ്പച്ചിത്തങ്ങളുടെ മുമ്പിൽ കിടക്കുകയാണ്. ആരടാ വാപ്പച്ചിത്തങ്ങൾ എന്നറിയുമോ? ഏതെല്ലാം കറാമത്തുകൾക്ക് ഉടമയാണെന്നറിയുമോ? സുബ്ഹാനല്ലാഹ്. ചാവക്കാട് സ്ഥലത്ത് പാഠൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലത്തെ അവിടുത്തെ ഖാദിയായിരുന്ന ഒരു സയ്യിദ് ഉണ്ടായിരുന്നു, ഒരു പണ്ഡിതനുണ്ടായിരുന്നു. മഹാനായ കണിയാപുരം വാപ്പച്ചിത്തങ്ങള് രാജ്യരാജ്യാന്തരം കറങ്ങി നടക്കുമ്പോൾ ചാവക്കാട് പാടൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മഹാനായ അബ്ദുർ റസാഖ് തങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഖാദിക്ക് ഒരു ലെവലേശം സംശയം മനസ്സിൽ വന്നു പോയി. ഇത് യഥാർത്ഥ മനുഷ്യനാണോ അതല്ല കാട്ടിക്കൂട്ടലാണോ എന്നൊന്ന് ചിന്തിച്ചു പോയി. സുബ്ഹാനല്ലാഹ്. മഹാനായ കണിയാപുരം വാപ്പച്ചിത്തങ്ങള് കൂടെയുണ്ടായിരുന്ന ഖാദിമീങ്ങളെ വിളിച്ചിട്ട്, വാടാ മക്കളെ, ആ ഭാഗത്തു നിന്നുള്ള ചിരട്ടകളെല്ലാം പറക്കിക്കൊണ്ട് വാടാ. ആ ഖാദിമീങ്ങള് പെടുന്നനെ മഹാനവറുകളുടെ ആജ്ഞ അനുസരിച്ചുകൊണ്ട് ചിരട്ടകളെല്ലാം പറക്കിക്കൊണ്ട് വന്ന് മെറ്റിൽ നിരത്തുമ്പോൾ അങ്ങോട്ട് നിരത്തുകയാ. ഖാദി അവിടെ നോക്കി നിൽക്കുകയാ. അവരുടെ മനസ്സിൽ കണ്ടതേയുള്ളൂ, കണിയാപുരം വാപ്പിച്ച പണി തുടങ്ങിപ്പോയി. ആ ചിരട്ടകളെല്ലാം നിരത്തി അങ്ങോട്ട് വെച്ചിട്ട് ഒരറ്റം അങ്ങോട്ട് കത്തിക്കാൻ പറഞ്ഞു. ചിരട്ട കത്തി തുടങ്ങി. സുബ്ഹാനല്ലാഹ്. കാണുന്നവരുടെ എല്ലാ കണ്ണുകളുടെ ജ്വലിപ്പിച്ചുകൊണ്ട് നോക്കി നിൽക്ക ഖാദിക്ക് അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കേണ്ട ഗതികേട് തന്നെയാണ്. ആ ചിരട്ടകളെല്ലാം കത്തി പകുതിയാകുമ്പോഴേക്ക്, ചാമ്പലായി ഏകദേശം നല്ല കനലായി നിൽക്കുമ്പോഴേക്കും മഹാനായ വാപ്പച്ചിത്തങ്ങള് സുബ്ഹാനല്ലാഹ് പട്ടുമെത്തയിൽ കിടക്കും പോലെ ആ തീയുള്ള ചിരട്ടയിലേക്ക് കയറി കിടക്കുകയാ. ഇത് 500 വർഷം മുമ്പുള്ള ചരിത്രമല്ല. ഇന്നും ജീവിച്ചിരിക്കുന്ന മനുഷ്യരുണ്ട്. മഹാനായ കണിയാപുരം വാപ്പച്ചിത്തങ്ങള് ആൺകുട്ടികളെ പോലെ, പുതിയാപ്പിളയെ പോലെ തീയിലങ്ങോട്ട് മലർന്ന് കിടന്ന് എത്രയോ സമയങ്ങൾ കഴിഞ്ഞിട്ട് അവിടുന്ന് അങ്ങോട്ട് ആൺകുട്ടിയെ പോലെ ഐസ് കട്ടയിൽ നിന്നും എഴുന്നേറ്റ് വരുന്നത് പോലെ മഹാനായ കണിയാപുരം വാപ്പച്ചിത്തങ്ങള് എഴുന്നേറ്റങ്ങ് നടന്നു പോകുമ്പോൾ ആ ചാവക്കാട് പാടൂരുള്ള ആ ഖാദിയായ ഉസ്താദിന് അത്ഭുതം കൊണ്ട് എന്ത് പറയണമെന്നറിയുന്നില്ല. ആ മഹാനവറുകള് മഹാനായ കണിയാപുരം വാപ്പച്ചിത്തങ്ങളെ മനസ്സിലാക്കി പോയി. ഇത് സാധാരണ മനുഷ്യരല്ല, ഇത് കറാമത്തിന്റെ ഉടമ തന്നെയാണ്, ഇത് മഹാൻ തന്നെയാണ്. അതുപോലെ എത്രയെത്ര സംഭവങ്ങളാ, എത്രയെത്ര കറാമത്തുകളാ മഹാനായ കണിയാപുരം വാപ്പച്ചിത്തങ്ങളിൽ നിന്നും ഉണ്ടാകുന്നത് നമുക്കെല്ലാവർക്കും അറിയുമല്ലോ. ഇതിന്റെ അടുത്ത ജില്ലയാണല്ലോ കൊല്ലം ജില്ല. കൊല്ലം ജില്ലയിൽ നിന്നും പെട്രോളിലോടുന്ന കാറിൽ കയറിയിട്ട് ചെങ്കോട്ടയിലേക്ക് യാത്ര പോകണമെന്ന് ഡ്രൈവറോട് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. മഹാനായ കണിയാപുരം വാപ്പച്ചിത്തങ്ങള് ആ കാറിലേക്ക് കയറിയിരിക്കുന്നു. കൊല്ലത്ത് നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. ചെങ്കോട്ടയിലേക്ക് പോകുന്നു. ചെങ്കോട്ടയിലെത്താൻ 100 കിലോമീറ്റർ കൂടെ ബാക്കിയുള്ളപ്പോൾ വണ്ടി അങ്ങ് നിൽക്കാൻ പോവുകയാണ്. എണ്ണ തീരാൻ പോവുകയാണ്. ഡ്രൈവർ വല്ലാത്ത വിഷമത്തിലാണ്. വാപ്പച്ചിത്തങ്ങൾ എന്താ പറയുന്നറിയില്ലല്ലോ. എങ്ങനെയാണ് തങ്ങളോട് പറയുക? ഏതായിരുന്നാലും വാപ്പച്ചിയോട് പറഞ്ഞു, ഉപ്പാ, നമ്മുടെ വണ്ടിയുടെ പെട്രോള് തീരാൻ പോകുന്നു ഉപ്പാ.
ഇവിടുന്ന് ഇനി എത്ര ദൂരമുണ്ടടാ? പറയുന്നു 100 കിലോമീറ്ററോളമുണ്ടുപ്പാ. ഉടൻ തന്നെ പറയുന്നു, ഇറങ്ങടാ പുറത്ത്, പോയിട്ട് വെള്ളമെടുത്തിട്ട് വാ. ആ ഡ്രൈവറാകുന്ന യുവാവ് അവിടുന്ന് ഇറങ്ങി ഒരു കുപ്പിയുമെടുത്ത് അടുത്തുള്ള ഭാഗത്ത് പോയി വെള്ളം കിട്ടുന്ന സ്ഥലത്ത് നിന്ന് വെള്ളം എടുത്തു കൊണ്ടുവന്ന് മഹാനായ തങ്ങളുടെ അടുക്കലേക്ക് കൊടുക്കുമ്പോൾ കണിയാപുരം ബാപ്പുച്ചി തങ്ങൾ പറയുന്നു, അത് നീ ആ പെട്രോൾ ഒഴിക്കുന്ന ടാങ്കിലേക്ക് ഒഴിച്ചു കൊടുക്ക്. സുബ്ഹാനല്ലാഹ്, പച്ച വെള്ളം കൊണ്ടുപോയി പെട്രോൾ ഒഴിക്കുന്ന, പെട്രോളിൽ ഓടുന്ന കാറിന്റെ ടാങ്കിലേക്ക് ഒഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കോളൂ എന്ന് പറയുമ്പോൾ ആ വാഹനം സ്റ്റാർട്ടായി ചെങ്കോട്ടയിൽ എവിടെയാണോ എത്തേണ്ടത് അവിടം വരെ എത്തിച്ച കാലഘട്ടത്തിന്റെ ഇതിഹാസം കണിയാപുരം വാപ്പിച്ചിത്തങ്ങള് അങ്ങനെ പറഞ്ഞാൽ തീരുന്നില്ല മക്കളെ. ആലുവ മാറമ്പള്ളിയില് പുത്തമ്പരയിൽ ഒരു തക്കാവുണ്ട്. ആ തക്കാവില് മഹാനായ കണിയാപുരം ബാപ്പുച്ചിത്തങ്ങള് നിത്യ സന്ദർശകനാണ്. ഒരു ദിവസം രാത്രിയില് അവിടുത്തെ ഖാദിമീങ്ങളൊത്ത് അവിടെ എത്തുമ്പോൾ അവിടെ പാതിരാത്രിയായി പോയി. അവർക്ക് നിസ്കരിക്കണം. ആ സമയത്ത് വിളക്കില്ല. അവിടെ ഇരിക്കുന്ന വിളക്കിലാണെങ്കിലോ മണ്ണെണ്ണയുമില്ല. അന്ന് കറണ്ട് വന്നിട്ടില്ല. ആ പള്ളിയിലെ ഖാദിമിനോട് പറഞ്ഞു ആ വിളക്കൊന്ന് കത്തിക്കാൻ. അദ്ദേഹം പറഞ്ഞു, അല്ലയോ പാ, വിളക്ക് കത്തിക്കാൻ മണ്ണെണ്ണയുടെ ആവശ്യമുണ്ടോ? ഇവിടെ മണ്ണെണ്ണയില്ല. കണിയാപുരം ബാപ്പുച്ചിത്തങ്ങള് പറഞ്ഞു, ആ കുളത്തിൽ നിന്നും കുറച്ച് വെള്ളം ഇങ്ങെടുക്കൂ. ആ വെള്ളമെടുത്ത് ഈ വിളക്കിലേക്ക് ഒഴിച്ച് കത്തിക്കാൻ പറഞ്ഞു. കത്തിപ്പോയി. പിറ്റേ ദിവസം സുബഹി വരെ ആ വിളക്ക് അങ്ങനെ തന്നെ നിന്ന് കത്തി പ്രകാശം കൊടുത്തു എന്ന് പറഞ്ഞത് 1000 വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രമല്ല മക്കളെ. ഇതാണ് കണിയാപുരം ബാപ്പുച്ചിത്തങ്ങള്. ആ കണിയാപുരം ബാപ്പുച്ചിത്തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ നമ്മുടെ പാപങ്ങൾ നീ പുറത്തു തരണേ അല്ലാ.